ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ചോറിലേക്ക് ഒരു സൂപ്പർ കറി തയ്യാറാക്കാം. അതിനുവേണ്ടി മുരിങ്ങാക്കായും പച്ച നേന്ത്രക്കായും കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമാങ്ങയും കുറച്ച് ചെമ്മീനും എടുത്ത് വെക്കണം. അത് ചെമ്മീനൊരു മണത്തിന് വേണ്ടിയിട്ട് ചേർത്താൽ മതി കേട്ടോ. ഇനി മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചെമ്മീനും മുരിങ്ങാക്കായും പച്ചമാങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും വേവാനുള്ള വെള്ളവും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി അരപ്പിന് വേണ്ടി തേങ്ങ ചിരവിയതും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുഞ്ഞുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അത് മാറ്റി വെക്കാം. ചെമ്മീൻ കഷ്ണങ്ങൾ ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമാങ്ങായും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടെ ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം അരപ്പ് തയ്യാറാക്കിയിട്ടില്ല അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു 2 മിനിറ്റ് കൂടെ തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്കൊരു വറവിട്ടെടുക്കണം. വറവിന് വേണ്ടി വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും പൊട്ടിച്ച് അതിലേക്ക് കുഞ്ഞുള്ളി അരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കറിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലോണം എല്ലാം കൂടെ മിക്സാക്കി എടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ചെമ്മീൻ മുരിങ്ങാക്ക മാങ്ങാക്കറി റെഡി കേട്ടോ. ചോറിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റാണ്. ചോറും ഒരു തോരനും മുട്ട പൊരിച്ചതും കൂട്ടിയിട്ട് ചോറ് കഴിച്ചിട്ടോ, ഒന്നും പറയാനില്ല, സൂപ്പറായിട്ടാണ്. ചെമ്മീനൊക്കെ ഒരു മണത്തിന് വേണ്ടി മാത്രം ചേർത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഇതുപോലെ ഒന്ന് ചെമ്മീനൊക്കെ കിട്ടുകയാണെങ്കിൽ മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് ഫോർ വാച്ചിങ്.